ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. മതങ്ങളെയും വിഗ്രഹാരാധനയെയും എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ഓപ്ഷൻ സി, ബ്രഹ്മാനന്ദ ശിവയോഗിയായിരുന്നു. മതങ്ങളെയും വിഗ്രഹാരാധനയെയും എതിർത്ത സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ആദ്യമായി കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ, കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 1968 മിശ്രവിവാഹ പ്രചാരണത്തിനായി കാഞ്ഞങ്ങാട്ട് നിന്ന് ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചതാര്? ഓപ്ഷൻ ഡി, വി.ടി. ഭട്ടതിരിപ്പാടാണ് 1968 മിശ്രവിവാഹ പ്രചാരണത്തിനായിട്ട് കാഞ്ഞങ്ങാട് നിന്ന് ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് വി.ടി. ഭട്ടതിരിപ്പാട്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1915 ടി.കെ. മാധവൻ കൊല്ലത്ത് നിന്ന് തുടക്കം കുറിച്ച പത്രം ഏതാണ്? ഓപ്ഷൻ ബി, ദേശാഭിമാനി പത്രമാണ്. 1915 ടി.കെ. മാധവൻ കൊല്ലത്ത് നിന്ന് തുടക്കം കുറിച്ച പത്രമാണ് ദേശാഭിമാനി പത്രം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബാലഗുരു എന്ന പേരിൽ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ ഡി, വാഗ്ഭടാനന്ദനാണ്. ബാലഗുരു എന്ന പേരിൽ അറിയപ്പെട്ട കേരള നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ കാർഷിക സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ എ, അയ്യങ്കാളിയാണ്. കേരളത്തിലെ ആദ്യത്തെ കാർഷിക സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ അയ്യങ്കാളി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത്? ഓപ്ഷൻ ബി, മൂർഖൻ പറമ്പിലാണ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മൂർഖൻ പറമ്പ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. കടലിന്റെ അടിത്തട്ടിലെ ചിത്രങ്ങൾ ലഭ്യമാക്കുന്ന സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദ തരംഗം ഏതാണ്? ഓപ്ഷൻ സി, അൾട്രാസോണിക് ശബ്ദതരംഗങ്ങളാണ്. കടലിന്റെ അടിത്തട്ടിലെ ചിത്രങ്ങൾ ലഭ്യമാക്കുന്ന സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദ തരംഗമാണ് അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിമാനത്തിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ ഡി, ടാക്കോമീറ്റർ ആണ്. വിമാനത്തിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് ടാക്കോമീറ്റർ. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? ഓപ്ഷൻ എ, കോൺവെക്സ് ദർപ്പണമാണ്. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ഓപ്ഷൻ സി, കോൺകേവ് ലെൻസ് ആണ്. ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം ഏത്? ഓപ്ഷൻ എ, വയലറ്റ് നിറമാണ്. ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറമാണ് വയലറ്റ് നിറം. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ സി, ഡിഫ്രാക്ഷൻ ആണ്. നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്ന ഫെബ്രുവരി 28 ഏത് ശാസ്ത്രജ്ഞനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി, സി വി രാമനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്ന ഫെബ്രുവരി 28 സി വി രാമനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. രാമൻ ഇഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ഓപ്ഷൻ ഡി, ശുക്രനാണ്. ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളിൽ വലയങ്ങളുള്ള ഗ്രഹമേത്? ഓപ്ഷൻ ഡി, നെപ്റ്റ്യൂൺ ആണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളിൽ വലയങ്ങളുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹം ഏതാണ്?
ഓപ്ഷൻ സി വ്യാഴമാണ്. റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം ഏതാണ്? ഓപ്ഷൻ എ കരളിലാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവമാണ് കരൾ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രണ്ട് വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി യുറീമിയ എന്നതാണ്. രണ്ട് വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് യുറീമിയ. 20ാമത്തെ ക്വസ്റ്റ്യൻ. കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി പാലക്കാട് ജില്ലയാണ്. കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല. 21ാമത്തെ ക്വസ്റ്റ്യൻ. സുൽത്താൻപൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ സി ഹരിയാനയിലാണ്. സുൽത്താൻപൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഹരിയാന സംസ്ഥാനത്ത്. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ജനറൽ ആയിരുന്നത് ആര്? ഓപ്ഷൻ ബി വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ജനറൽ ആയിരുന്നത് വാറൻ ഹേസ്റ്റിങ്സ്. 23ാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മാരകം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ഇന്ത്യ ഗേറ്റ് ആണ്. ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഗേറ്റ് ആണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ്. 24ാമത്തെ ക്വസ്റ്റ്യൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ആണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. 25ാമത്തെ ക്വസ്റ്റ്യൻ. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർന്ന കോൺഗ്രസ് സമ്മേളനം ഏത്? ഓപ്ഷൻ എ ബനാറസ് കോൺഗ്രസ് സമ്മേളനമാണ്. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനമാണ് ബനാറസ് കോൺഗ്രസ് സമ്മേളനം. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി കോഴിക്കോടാണ്. പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോഴിക്കോട്. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഓപ്ഷൻ ഡി സിവാലിക് പർവ്വതനിരകളാണ്. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് സിവാലിക് പർവ്വതനിര. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ ബി റാഞ്ചിയാണ്. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചി. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രാജ്യസഭാ ഉപാധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ്? ഓപ്ഷൻ എ എം ജേക്കബ് ആണ്. രാജ്യസഭാ ഉപാധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ്? എം ജേക്കബ്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ലോക കാർഷിക പുരസ്കാരം നേടിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ബി എസ് സ്വാമിനാഥനാണ്. ആദ്യത്തെ ലോക കാർഷിക പുരസ്കാരം നേടിയ ശാസ്ത്രജ്ഞൻ എസ് സ്വാമിനാഥൻ. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രധാന മൈക്ക ഉൽപാദന കേന്ദ്രമായ കൊഡർമ ഖനി ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി ഝാർഖണ്ഡിലാണ്. പ്രധാന മൈക്ക ഉൽപാദന കേന്ദ്രമായ കൊഡർമ ഖനി സ്ഥിതി ചെയ്യുന്നത് ഝാർഖണ്ഡ് സംസ്ഥാനത്ത്. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സംയോജിത ശിശു വികസന പദ്ധതിക്ക് തുടക്കം കുറിച്ചതെന്ന്? ഓപ്ഷൻ ഡി 1975 ഒക്ടോബർ 2 സംയോജിത ശിശു വികസന പദ്ധതിക്ക് തുടക്കം കുറിച്ചതെന്ന് 1975 ഗാന്ധി ജയന്തി ദിനത്തിൽ. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡിലാണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് സംസ്ഥാനം. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യ ഏത് രാജ്യത്തിന് നിർമ്മിച്ചു നൽകിയ ട്രെയിനാണ് പുലാത്തിസി എക്സ്പ്രസ്? ഓപ്ഷൻ ബി ശ്രീലങ്ക. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നിർമ്മിച്ചു നൽകിയ ട്രെയിനാണ്
പുലാത്തിസി എക്സ്പ്രസ്. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ജാതിവിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ഡി ജ്യോതിറാവു ഫുലെയാണ് ഇന്ത്യയിലെ ജാതിവിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജ്യോതിറാവു ഫുലെ. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് നദിയുടെ പോഷക നദിയാണ് മുല്ലയാർ? ഓപ്ഷൻ എ പെരിയാറിന്റെ പോഷക നദിയാണ് മുല്ലയാർ. പെരിയാറിന്റെ പോഷക നദിയാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്ന ഗാനം രചിച്ചതാര്? ഓപ്ഷൻ സി പന്തളം കേരളവർമ്മയാണ് ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്ന ഗാനം രചിച്ചത് പന്തളം കേരളവർമ്മ. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി കേരള നടനം എന്ന നൃത്തരൂപം ചിട്ടപ്പെടുത്തിയതാര്? ഓപ്ഷൻ ബി ഗുരു ഗോപിനാഥാണ് കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി കേരള നടനം എന്ന നൃത്തരൂപം ചിട്ടപ്പെടുത്തിയത് ഗുരു ഗോപിനാഥ്. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ഓപ്ഷൻ സി എച്ച് കുഞ്ഞപ്പയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് CH കുഞ്ഞപ്പ. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ മുഖ്യമന്ത്രിയായ ആദ്യ സിനിമാ താരം ആരാണ്? ഓപ്ഷൻ ബി MGR ആണ് ഇന്ത്യയിൽ മുഖ്യമന്ത്രിയായ ആദ്യ സിനിമാ താരമാണ് MG രാമചന്ദ്രൻ തമിഴ്നാട്ടിൽ. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തിരുവിതാംകൂർ സർവകലാശാലയുടെ പേര് കേരള സർവകലാശാല എന്ന് മാറ്റിയ വർഷം ഏതാണ്? ഓപ്ഷൻ ബി 1957 തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയായിട്ട് മാറിയത് 1957. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നവോത്ഥാനത്തിന്റെ കവി എന്ന് വിളിക്കപ്പെട്ടത് ആര്? ഓപ്ഷൻ ഡി കുമാരനാശാനാണ് നവോത്ഥാനത്തിന്റെ കവി എന്ന് വിളിക്കപ്പെട്ടത് ആരാണ്? കുമാരനാശാൻ. 43ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ വയനാട്ടിൽ നടന്ന കലാപം ഏതാണ്? ഓപ്ഷൻ എ കുറിച്യ കലാപമാണ്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ വയനാട്ടിൽ നടന്ന കലാപമാണ് കുറിച്യ കലാപം. 44ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ തുളച്ചു കയറാനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ ഏത് രശ്മിക്കാണ്? ഓപ്ഷൻ എ ഗാമ രശ്മികൾക്കാണ് താഴെ പറയുന്നവയിൽ തുളച്ചു കയറാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള രശ്മിയാണ് ഗാമ രശ്മികൾ. 45ാമത്തെ ക്വസ്റ്റ്യൻ. ലഘു ഘടകങ്ങളായ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന പോഷക ഘടകം ഏത്? ഓപ്ഷൻ സി പ്രോട്ടീനാണ്. ലഘു ഘടകങ്ങളായ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന പോഷക ഘടകമാണ് പ്രോട്ടീനുകൾ. 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിശപ്പ്, ദാഹം, വിവിധ ആസക്തികൾ എന്നിവയുണ്ടാക്കുന്ന തലച്ചോറിലെ ഭാഗമേത്? ഓപ്ഷൻ എ ഹൈപ്പോതലാമസ് ആണ്. വിശപ്പ്, ദാഹം, വിവിധ ആസക്തികൾ എന്നിവയുണ്ടാക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്ലോണിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി ഇയാൻ വിൽമുട്ടാണ്. ക്ലോണിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇയാൻ വിൽമുട്ട്. 48ാമത്തെ ക്വസ്റ്റ്യൻ. ഹിന്ദു മുസ്ലിം സാംസ്കാരികാംശങ്ങൾ ഉൾക്കൊള്ളുന്ന ഏക ക്ലാസിക്കൽ നൃത്തരൂപം ഏത്? ഓപ്ഷൻ സി കഥകാണ്. ഹിന്ദു മുസ്ലിം സാംസ്കാരികാംശങ്ങൾ ഉൾക്കൊള്ളുന്ന ഏക ക്ലാസിക്കൽ നൃത്തരൂപമാണ് കഥക്. 49ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏത്? ഓപ്ഷൻ ബി പൂക്കോട് തടാകമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഓപ്ഷൻ ഡി ബിപിൻ ചന്ദ്രപാലാണ്. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബിപിൻ ചന്ദ്രപാൽ. 51ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ഉപഗ്രഹ ചാനൽ ഏത്? ഓപ്ഷൻ എ ഏഷ്യാനെറ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ഉപഗ്രഹ ചാനലാണ് ഏഷ്യാനെറ്റ്.
52ാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയതാര്? ഓപ്ഷൻ എ G.P. പിള്ളയാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് G.P. പിള്ള. 53ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സ്ത്രീധനരഹിത പഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ ഡി നിലമ്പൂർ പഞ്ചായത്താണ്. കേരളത്തിലെ ആദ്യത്തെ സ്ത്രീധനരഹിത പഞ്ചായത്താണ് നിലമ്പൂർ പഞ്ചായത്ത്. 54ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് തുറമുഖം ഏത്? ഓപ്ഷൻ എ കാമരാജർ തുറമുഖമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് തുറമുഖമാണ് കാമരാജർ തുറമുഖം. 55ാമത്തെ ക്വസ്റ്റ്യൻ, ഹീലിയം ന്യൂക്ലിയസിന് സമാനമായ റേഡിയോ ആക്റ്റീവ് വികിരണം ഏതാണ്? ഓപ്ഷൻ ബി ആൽഫ വികിരണമാണ്. ഹീലിയം ന്യൂക്ലിയസിന് സമാനമായ റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ആൽഫ വികിരണം. 56ാമത്തെ ക്വസ്റ്റ്യൻ, സൗണ്ടിൻ്റെ സ്പീഡ് താഴെ പറയുന്നവയിൽ ഏത് മാധ്യമത്തിലാണ് കൂടുതൽ? ഓപ്ഷൻ ബി ഖരപദാർത്ഥങ്ങളിലാണ് സൗണ്ടിൻ്റെ സ്പീഡ് ഏറ്റവും കൂടുതലുള്ളത് ഖരപദാർത്ഥങ്ങളിൽ. 57ാമത്തെ ക്വസ്റ്റ്യൻ, മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകം രചിച്ചതാര്? ഓപ്ഷൻ ബി M.R. ഭട്ടതിരിപ്പാടാണ്. MRB ആണ് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകം രചിച്ചത് M.R. ഭട്ടതിരിപ്പാട്. 58ാമത്തെ ക്വസ്റ്റ്യൻ, യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ UGC ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഓപ്ഷൻ സി ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ UGC ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. 59ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്? ഓപ്ഷൻ ബി സിന്ധു നദിയാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു നദി. 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, കേരളത്തിലെ ജനസാന്ദ്രത എത്രയാണ്? ഓപ്ഷൻ ബി 860 പേർ പ്രതി ചതുരശ്ര കിലോമീറ്റർ എന്നതാണ് കേരളത്തിലെ ജനസാന്ദ്രതയാണ് 860 പ്രതി ചതുരശ്ര കിലോമീറ്റർ. 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന നവോത്ഥാന നായിക ആരായിരുന്നു? ഓപ്ഷൻ ഡി ആര്യ പള്ളമായിരുന്നു. കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന നവോത്ഥാന നായികയാണ് ആര്യ പള്ളം. 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, മത്സ്യബന്ധനം താഴെ പറയുന്നവയിൽ ഏത് മേഖലയിൽപ്പെടുന്നു? ഓപ്ഷൻ സി പ്രാഥമിക മേഖലയിലാണ് മത്സ്യബന്ധനം പെടുന്നത്. പ്രാഥമിക മേഖലയിൽ. 63ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻ സി എഡ്വേർഡ് ജെന്നർ ആണ്. ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് ആര്? എഡ്വേർഡ് ജെന്നർ. 64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഇന്ത്യയിൽ ആദ്യമായി കാറ്റാടിപ്പാടങ്ങൾ സ്ഥാപിച്ച വർഷമേത്? ഓപ്ഷൻ ഡി 1986 ഇന്ത്യയിൽ ആദ്യമായി കാറ്റാടിപ്പാടങ്ങൾ സ്ഥാപിച്ച വർഷമാണ് 1986. 65ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് കടലിനടുത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ബംഗാൾ ഉൾക്കടലിനടുത്താണ് സൂര്യക്ഷേത്രം. കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിന് അടുത്ത്. 66ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല ഏത്? ഓപ്ഷൻ സി വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാലയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാലയാണ് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല. 67ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ മുഖ്യ കാരണം എന്തായിരുന്നു? ഓപ്ഷൻ സി പ്ലേഗ് ബോണസ് ആയിരുന്നു. പ്ലേഗ് ബോണസ് നിർത്തലാക്കിയതായിരുന്നു അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ മുഖ്യ കാരണമായിരുന്നു പ്ലേഗ് ബോണസ് നിർത്തലാക്കിയത്. 68ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്ന ജനുവരി 9 ഏത് നേതാവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു.
പ്രവാസി ഭാരതീയ ദിനമായിട്ട് ആചരിക്കുന്ന ജനുവരി 9 മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 69ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഓപ്ഷൻ സി സിട്രിക് ആസിഡ് ആണ്. ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. 70ാമത്തെ ക്വസ്റ്റ്യൻ. ലോക വനിതാ ദിനം എന്ന്? ഓപ്ഷൻ ഡി മാർച്ച് 8 ആണ് ലോക വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. മാർച്ച് 8. 71ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പിൻവാങ്ങിയ വിദേശ ശക്തി ആരായിരുന്നു? ഓപ്ഷൻ എ പോർച്ചുഗൽ ആയിരുന്നു. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനമായിട്ട് പിൻവാങ്ങിയ വിദേശ ശക്തിയാണ് പോർച്ചുഗൽ. 72ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഏത്? ഓപ്ഷൻ സി കായംകുളം താപവൈദ്യുത നിലയമാണ്. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് കായംകുളം താപവൈദ്യുത നിലയം. 73ാമത്തെ ക്വസ്റ്റ്യൻ. ദത്താവകാശ നിരോധന നിയമം ആവിഷ്കരിച്ച ഗവർണർ ജനറൽ ആരായിരുന്നു? ഓപ്ഷൻ എ ഡൽഹൌസി പ്രഭു ആയിരുന്നു. ദത്താവകാശ നിരോധന നിയമം ആവിഷ്കരിച്ച ഗവർണർ ജനറൽ ആയിരുന്നു ഡൽഹൌസി പ്രഭു. 74ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചതാര്? ഓപ്ഷൻ ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. 75ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രൗൺ എനർജി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഊർജ്ജ രൂപം താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ ബി ആണവോർജ്ജമാണ്. ബ്രൗൺ എനർജി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഊർജ്ജ രൂപമാണ് ആണവോർജ്ജം. 76ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ കൽക്കരി നഗരം എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ ബി ധൻബാദ് ആണ്. ഇന്ത്യയുടെ കൽക്കരി നഗരം എന്നറിയപ്പെടുന്നത് ധൻബാദ്. 77ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അഗസ്ത്യകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? ഓപ്ഷൻ സി നെടുമങ്ങാട് താലൂക്കിലാണ്. അഗസ്ത്യകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് നെടുമങ്ങാട് താലൂക്ക്. 78ാമത്തെ ക്വസ്റ്റ്യൻ. റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാല അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി റൂർക്കേല ഇരുമ്പുരുക്കശാലയാണ്. റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാല അല്ലാത്തത് താഴെ പറയുന്നവയിൽ റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല. 79ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി ചിപ്കോ പ്രസ്ഥാനമാണ്. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. 80ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത്? ഓപ്ഷൻ ഡി ഒ ഗ്രൂപ്പ് അല്ലെങ്കിൽ സീറോ ഗ്രൂപ്പാണ്. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ്. 81ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ രാസവ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആചാര്യ PC റേ ആണ്. ഇന്ത്യൻ രാസവ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആചാര്യ PC റേ. 82ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ രണ്ടാമത്തെ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ ആഫ്റ്റർ ബീഹാർ. 83ാമത്തെ ക്വസ്റ്റ്യൻ. ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രതയുള്ള താപനില ഏത്? ഓപ്ഷൻ ഡി 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രതയുള്ള താപനിലയാണ് 4 ഡിഗ്രി സെൽഷ്യസ്. 84ാമത്തെ ക്വസ്റ്റ്യൻ. ജയ ജയ കോമള കേരള ധരണി എന്ന പ്രശസ്തമായ ഗാനം രചിച്ചതാര്? ഓപ്ഷൻ ഡി ബോധേശ്വരനാണ്. ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചതാരാണ്? ബോധേശ്വരൻ. 85ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചാലിയാർ പ്രക്ഷോഭം നടന്ന ജില്ല ഏത്? ഓപ്ഷൻ എ കോഴിക്കോട് ജില്ലയിലാണ്. ചാലിയാർ പ്രക്ഷോഭം നടന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ല. 86ാമത്തെ ക്വസ്റ്റ്യൻ. ഭൗമസൂചിക പദവി ലഭിച്ച സുഗന്ധമുള്ള ബ്ലാക്ക് റൈസ് അല്ലെങ്കിൽ ചഖാവോ
ഏത് സംസ്ഥാനത്ത് കൃഷി ചെയ്യുന്നു? ഓപ്ഷൻ സി മണിപ്പൂരിലാണ് ഭൗമസൂചിക പദവി ലഭിച്ച സുഗന്ധമുള്ള ബ്ലാക്ക് റൈസ് ചക് ഹാവോ സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിൽ. 87ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അയോധ്യ ഭൂമി തർക്ക കേസിൽ വിധി പറഞ്ഞ 5-അംഗ ബെഞ്ചിന്റെ തലവൻ ആരായിരുന്നു? ഓപ്ഷൻ സി രഞ്ജൻ ഗൊഗോയി ആയിരുന്നു. അയോധ്യ ഭൂമി തർക്ക കേസിൽ വിധി പറഞ്ഞ 5-അംഗ ബെഞ്ചിന്റെ തലവനായിരുന്നു രഞ്ജൻ ഗൊഗോയി. 88ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പരേഷ്നാഥ് കുന്നുകൾ ഏതു പീഠഭൂമിയുടെ ഭാഗമാണ്? ഓപ്ഷൻ ബി ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമാണ്. പരേഷ്നാഥ് കുന്നുകൾ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമാണ്. 89ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏത്? ഓപ്ഷൻ സി താപ്തി നദിയാണ്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി താപ്തി നദിയാണ്, ആഫ്റ്റർ നർമ്മദ. 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ഓപ്ഷൻ സി കാരക്കോറം പർവ്വതനിരകളിലാണ് മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരകളിൽ. 91ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഓപ്ഷൻ സി ചാലക്കുടി പുഴയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിൽ. 92ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ലാസ്റ്റ് മുഗൾ ദ ഫാൾ ഓഫ് എ ഡൈനാസ്റ്റി എന്ന പുസ്തകം എഴുതിയത് ആര്? ഓപ്ഷൻ ഡി വില്യം ഡാൽറിംബിൾ ആണ് ദ ലാസ്റ്റ് മുഗൾ ദി ഫാൾ ഓഫ് എ ഡൈനാസ്റ്റി എന്ന പുസ്തകം രചിച്ചത് വില്യം ഡാൽറിംബിൾ. 93ാമത്തെ ക്വസ്റ്റ്യൻ. 1857 വിപ്ലവത്തിന്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമം ഏത്? ഓപ്ഷൻ എ ദത്താവകാശ നിരോധന നിയമമാണ്. 1857 വിപ്ലവത്തിന്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമമാണ് ദത്താവകാശ നിരോധന നിയമം. 94ാമത്തെ ക്വസ്റ്റ്യൻ. KJ ജോസഫ് കമ്മീഷനും KK നരേന്ദ്രൻ കമ്മീഷനും ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ക്രീമി ലെയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. KJ ജോസഫ് കമ്മീഷനും KK നരേന്ദ്രൻ കമ്മീഷനും ക്രീമി ലെയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 95ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ സി പണ്ഡിത രമാഭായി ആണ്. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി. 96ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നെഹ്റു. 97ാമത്തെ ക്വസ്റ്റ്യൻ. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ എ 1920 ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ച വർഷമാണ് 1920. 98ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ സി മുംബൈയിലാണ് പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ. 99ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ എ വെങ്ങാനൂർ പഞ്ചായത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ പഞ്ചായത്താണ് വെങ്ങാനൂർ. 100ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധിയെ സമാധാന നൊബേലിന് ആദ്യമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷമേത്? ഓപ്ഷൻ ബി 1937 മഹാത്മാഗാന്ധിയെ സമാധാന നൊബേലിന് ആദ്യമായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷമാണ് 1937. ഓക്കെ ഫ്രണ്ട്സ്.